ഉറക്കം നമ്മുടെ ശരീരത്തിന് വളരെ പ്രധാനമാണ്. എന്നാൽ അടുത്ത ദിവസത്തെ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ പ്രവർത്തനത്തെയും രോഗങ്ങളെ ചെറുക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനുള്ള നിങ്ങളുടെ കഴിവിനെയും ബാധിക്കുന്നു. ഒരു രാത്രി ഉറക്കക്കുറവ് അടുത്ത ദിവസത്തെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ നമ്മളുടെ മാനസികാരോഗ്യം നിലനിർത്താൻ നല്ല ഉറക്കം അത്യാവശ്യമാണ്. ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്ത ആളുകൾക്ക് ബിയർ കുടിച്ചതിനു ശേഷം സംഭവിക്കുന്നത് പോലെ അവരുടെ ഉൽപാദനക്ഷമത കുറയും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒക്യുപേഷൻ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന്റെ അഭിപ്രായത്തിൽ ഉറക്കക്കുറവ് ശരീരത്തിൽ മദ്യത്തിന്റെ ലഹരിയുടെ അതേ ഫലമുണ്ടാക്കുന്നു. ഇന്ത്യയിൽ ഒരാളുടെ രക്തത്തിലെ ആൽക്കഹോൾ അളവ് 0.3% കൂടുതലാണെങ്കിൽ അയാൾ ലഹരിയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഒരാൾ തുടർച്ചയായി 4 രാത്രികളിൽ 5 മണിക്കൂർ മാത്രം ഉറങ്ങുകയാണെങ്കിൽ 1-2 ബിയർ കുടിച്ചതിനു ശേഷം അയാളുടെ ഉൽപാദനക്ഷമത കുറയുന്നത് പോലെ കുറയും. അതുപോലെ ഒരാൾ 10 ദിവസത്തേക്ക് എല്ലാ രാത്രിയിലും 6 മണിക്കൂർ മാത്രം ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ അവസ്ഥ 24 മണിക്കൂർ തുടർച്ചയായി ഉണർന്നിരിക്കുന്ന ഒരാളെ പോലെയാകും. അതായത് ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് മദ്യം കഴിക്കുന്നത് പോലെ തന്നെ മനസ്സിനെയും ശരീരത്തെയും ദുർബലപ്പെടുത്തുന്നു. എല്ലാവരും കുറഞ്ഞത് 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്ന് പറയാറുണ്ടെങ്കിലും ചില സാഹചര്യങ്ങളിൽ കൂടുതൽ ഉറക്കം ആവശ്യമാണ്. ഉറങ്ങുന്നതിന് തൊട്ടു മുൻപ് സ്ക്രീനുകൾ ഉപയോഗിക്കുന്നത് ഉറക്കത്തെ ബാധിക്കുമെന്നതിന് തെളിവുകളുണ്ട്. ഈ ഉപകരണങ്ങൾ പുറപ്പെടുവിക്കുന്ന നീല വെളിച്ചം ശരീരത്തിന് ഉറങ്ങാൻ സമയമായി എന്ന് സൂചന നൽകുന്ന ഹോർമോണായ മെലറ്റോണിന്റെ പ്രകാശനത്തെ ബാധിക്കുമെന്നാണ് ഒരു കാരണം. സ്ക്രീനുകളിൽ നിങ്ങൾ കാണുന്നത് മറ്റു കാരണങ്ങളാണ്. നിങ്ങൾക്കൊരു ഭയാനകമായ സിനിമ കാണുകയോ വൈകാരികമായ ഒരു ലേഖനം വായിക്കുകയോ സ്ക്രീനിൽ മറ്റ് ആശങ്കാജനകമായ കാര്യങ്ങൾ കാണുകയോ ചെയ്താൽ അത് നിങ്ങളുടെ ഉറങ്ങാനുള്ള കഴിവിനെ ബാധിച്ചേക്കാം. ഉറക്ക സമയം 1 മണിക്കൂർ മുൻപെങ്കിലും എല്ലാ സ്ക്രീനുകളും ഓഫാക്കി പകരം ലഘുവായ വായന നടത്തുകയോ മൃദുവായ സംഗീതം കേൾക്കുകയോ ചെയ്യണമെന്ന് വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു.